ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഫ്രീലാൻസ് ബിസിനസ് ലൈസൻസുകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ച കുവൈറ്റ്. പുതുതായി ഫ്രീലാൻസ് ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഈ വിലക്ക് ബാധകമാവുക. ഫ്രീലാൻസ് ബിസിനസ് വിഭാഗത്തിൽപ്പെട്ട പുതിയ ലൈസൻസുകൾ വിതരണം ചെയ്യുന്നത് കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവച്ചു. ബിസിനസ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പുനഃപരിശോധിച്ച് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പുതുതായി ഫ്രീലാൻസ് ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഈ വിലക്ക് ബാധകമാവുക. നിലവിൽ സാധുവായ ലൈസൻസുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഈ തീരുമാനം ബാധിക്കില്ല. നിലവിലുള്ള സിംഗിൾ ഓണർ ബിസിനസ് കമ്പനികൾക്ക് സാധാരണ പോലെ പ്രവർത്തനം തുടരാവുന്നതാണ്. ഈ പുനഃപരിശോധനാ കാലയളവിൽ ഇവരുടെ നിയമപരമായ പദവിയിലോ ബിസിനസ് പ്രവർത്തനങ്ങളിലോ ലൈസൻസുകളിലോ മാറ്റങ്ങളൊന്നും വരുത്തില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് വിതരണ നടപടികൾ കൂടുതൽ ലളിതമാക്കുന്നതിനും നിലവിലെ ചട്ടങ്ങൾ കുവൈറ്റിലെ ആധുനിക വാണിജ്യ അന്തരീക്ഷത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ലൈസൻസ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോകത്തെ ഏറ്റവും സ്മാർട്ടായ രണ്ടാമത്തെ നഗരമെന്ന നേട്ടം സ്വന്തമാക്കി ദുബായ്. സാങ്കേതിക മികവിൽ ദുബായ് അനുദിനം കുതിക്കുന്നതായി റിപ്പോർട്ട്. ന്യൂയോർക്ക്, വാഷിംഗ്ടൺ, ആംസ്റ്റർഡാം തുടങ്ങിയ മുൻനിര ആഗോള നഗരങ്ങളെ പിന്നിലാക്കിയാണ് ദുബായ് ഈ നേട്ടം സ്വന്തമാക്കിയത്. പട്ടികയിൽ ലണ്ടൻ മാത്രമാണ് ദുബായ്ക്ക് മുന്നിലുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാങ്കേതിക മികവുള്ള നഗരങ്ങളെ കണ്ടെത്തുന്ന പഠനത്തിലാണ് ദുബായിയുടെ ചരിത്ര നേട്ടം. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഇന്റലിജന്റ് സിറ്റീസ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും ബുദ്ധിശാലിയായ രണ്ടാമത്തെ നഗരമായി ദുബായ് തെരഞ്ഞെടുക്കപ്പെട്ടു. ദുബായ് നിവാസികളുടെയും ബിസിനസ്സുകളുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ഭരണം എന്നിവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വിലയിരുത്തിയാണ് ഇൻഡെക്സ് തയ്യാറാക്കിയത്. അതേസമയം UAEയുടെ തലസ്ഥാനമായ അബുദാബി ആഗോളതലത്തിൽ 20ാം റാങ്ക് നേടി ആക്സിലറേറ്റിംഗ് ഗ്രൂപ്പിൽ ഇടം പിടിച്ചു. മികച്ച സാങ്കേതികവിദ്യ, ഇൻഫ്രാസ്ട്രക്ചർ, ഫണ്ടിംഗ് കഴിവും തൊഴിൽ ശേഷിയുമുള്ള മനുഷ്യവിഭവശേഷി എന്നിവ കണക്കിലെടുത്ത് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ അബുദാബി ലോകത്തിലെ ആദ്യ 10 നഗരങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ, AI പ്ലാറ്റ്ഫോമുകൾ, പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ എന്നിവയാണ് UAEയിലെ നഗരങ്ങളെ ഈ നേട്ടത്തിലേക്ക് നയിച്ചത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഖത്തറിൽ ശുചീകരണ തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പ്രത്യേക മെഡിക്കൽ ക്ലിനിക് ആരംഭിച്ചു. ജനറൽ ക്ലീൻലിനെസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന 3200-ലേറെ വരുന്ന തൊഴിലാളികൾക്കാണ് വകുപ്പിന്റെ ആസ്ഥാനത്ത് ക്ലിനിക്ക് തുടങ്ങിയത്. ജോലിസ്ഥലത്തു തന്നെ ജീവനക്കാർക്ക് വേഗത്തിൽ പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തുടനീളം മാലിന്യ ശേഖരണവും പൊതുശുചിത്വ പ്രവർത്തനങ്ങളും നടത്തുന്ന തൊഴിലാളികൾക്ക് മികച്ചതും സുരക്ഷിതവുമായ തൊഴിലന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. ഖത്തറിലെ നിലവിലുള്ള ഉയർന്ന ആരോഗ്യ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പുതിയ ക്ലിനിക്ക് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ജനറൽ ക്ലീനിനെസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് ഫജർ അൽ ഖുബൈസി വ്യക്തമാക്കി. വ്യത്യസ്ത ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ചികിത്സ ലഭ്യമാക്കാൻ ദിവസവും 2 ഷിഫ്റ്റുകളിലായാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക. ആധുനിക മെഡിക്കൽ കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്വീകരണ കൗണ്ടർ, വിശാലമായ വെയിറ്റിംഗ് മുറി, ജനറൽ ഡോക്ടർ, ഫാർമസി, പ്രത്യേക നഴ്സിംഗ് വിഭാഗം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രക്തസമ്മർദ്ദം, ശരീര താപനില തുടങ്ങിയ പതിവ് ആരോഗ്യ പരിശോധനകൾക്കൊപ്പം സാധാരണ രോഗങ്ങൾ, പ്രമേഹം ഉൾപ്പെടെയുള്ള ദീർഘകാല അസുഖങ്ങൾ, കടുത്ത ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇവിടെ വിദഗ്ധ ചികിത്സ ലഭിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ വിദഗ്ധ പരിചരണം ആവശ്യമായി വന്നാൽ ഹമദ് ആശുപത്രിയുമായും പൊതുജനാരോഗ്യ മന്ത്രാലയവുമായും നേരിട്ട് ഏകോപനം നടത്തി വേഗത്തിൽ മികച്ച സേവനം ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങളും മന്ത്രാലയം പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.